നിങ്ങൾ തോൽപ്പാവക്കൂത്തെന്ന് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇതാണ് രാമചന്ദ്ര പുലവർ. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പത്മശ്രീ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുലവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജാതിയൊന്നല്ല. ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന മുഖ്യ കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ് പുലവർ എന്ന് പറയുന്നത്. അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും ഒക്കെയാണ് ഈ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന കലാരൂപം അവതരിപ്പിച്ചിരുന്നത്. ചെപ്പകം, വേങ്ങ, പ്ലാവ്, തേക്ക് ഇതുകൊണ്ടുണ്ടാക്കിയ നാച്ചുറൽ കളേഴ്സാണ് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. പേര് പോലെ തന്നെ മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് പാവകളെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇതിനെ തോൽപ്പാവക്കൂത്ത് എന്നുള്ള ഒരു പേര് വരാൻ കാരണം. പണ്ഡിത പാമര വേദമന്യേ എല്ലാ ജനവിഭാഗങ്ങൾക്കും കാണാനും ആസ്വദിക്കാനും കഴിയുന്ന പഴമയുടെ സിനിമ എന്നാണ് തോൽപ്പാവക്കൂത്ത് അറിയപ്പെട്ടിരുന്നത്. ദേവി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് തോൽപ്പാവക്കൂത്ത് നടത്താറുള്ളത്. തോൽപ്പാവക്കൂത്തിന്റെ ഐതിഹ്യം വരുന്നത് ഇങ്ങനെയാണ്. പണ്ടുകാലത്ത് ദാരികൻ എന്ന് പറയുന്ന അസുരനും ഭദ്രകാളിയും തമ്മിൽ യുദ്ധം നടക്കുന്ന അതേ സമയത്താണ് രാമരാവണ യുദ്ധം നടക്കുന്നത്. അങ്ങനെ ഭദ്രകാളി ദാരികൻ എന്ന് പറയുന്ന അസുരനെ നിഗ്രഹിക്കും. പക്ഷേ രാമരാവണ യുദ്ധം ദേവിക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദേവീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ വർഷവും ദേവിയുടെ അമ്പലത്തിലെ ഈ രാമൻ്റെ കഥകൾ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ മാതൃകയിൽ അവതരിപ്പിക്കും. ഇതാണ് തോൽപ്പാവക്കൂത്തിൻ്റെ ഐതിഹ്യം. ഇതിലിപ്പം ഹിന്ദു സ്റ്റോറീസ് മാത്രമല്ല, യേശുവിൻ്റെ ജനനം തൊട്ട് ക്രൂസിഫിക്കേഷൻ വരെയുള്ള സ്റ്റോറീസും ഇവരിങ്ങനെ പാവകളെ വെച്ചിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണുന്ന ആ വഞ്ചിയുടെ നിഴലുകളാണ് നമ്മൾ ശരിക്കും കാണുക. ഇത് ആ സ്ക്രീനിൻ്റെ ബാക്ക് സൈഡിൽ നിന്നിട്ടാണ് കാണിക്കുക. ആക്ച്വലി അതിൻ്റെ മുൻഭാഗത്ത് മേൽഭാഗത്ത് ഒരു വെള്ള തുണി കൊണ്ടും താഴ്ഭാഗത്ത് ഒരു കറുപ്പ് തുണി കൊണ്ടും മറച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അവരുടെ വർഷങ്ങളായിട്ട് പഴക്കമുള്ള ചൈതന്യമുള്ള പാവകളാണ്. ഇതിനിപ്പോൾ മാർക്കറ്റിൽ ഒരു 2 ലക്ഷമൊക്കെ രൂപ വിലയുണ്ടായിരിക്കും കേട്ടോ. എനിക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം അതിന് നമ്മൾ അവിടേക്ക് കാണാൻ പോയപ്പം ഇതിൻ്റെ ഒരു ഡെമോ നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഇതൊക്കെ പോയി കാണണം എന്നാണ് എൻ്റെ ഒന്നുകൂടി പിടിച്ചു നോക്കാം. ആ രാമായണ കഥയിൽ നമ്മൾ ഒരു എന്താ പറയുക മാനിനെ പിടിക്കുന്നൊരു രംഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി കാണാൻ നല്ല രസമാണ്. ഞാൻ ഇത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് പഴയൊരു ബോറൻ പരിപാടി ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കിത് ശരിക്കും അമ്പലത്തിൽ നടക്കുമ്പം അവിടെ പോയി കാണണം എന്ന് വരെ എനിക്ക് ആഗ്രഹം തോന്നി. അത്ര ഇഷ്ടപ്പെട്ടു. അല്ല ആക്ച്വലി അത് നമുക്ക് കാണിച്ചു തന്നപ്പം അതെങ്ങനെയാണ് അവിടെ ബാക്കിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. ഇത് നമ്മുടെ ബാക്ക് സൈഡാണ് ആ സ്ക്രീനിൻ്റെ. അപ്പം അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ പാവകളിനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. ആൻഡ് അത് തീ കത്തുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് സാമ്പ്രാണി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആളിക്കത്തും. അതൊക്കെയും ഫ്രണ്ടിലിരുന്ന് കാണാൻ നല്ല രസമാണ്. സോ ഇതൊന്നും നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. എപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.